ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ മെയ് 13 മൗനിയായ വിശുദ്ധ ജോണിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അർമേനിയയിൽ കുലീന കുടുംബത്തിൽ ജനിച്ച ജോൺ പ്രാർത്ഥനയിൽ ഏകാഗ്രത പാലിക്കാൻ വേണ്ടി വളരെ ചുരുക്കമായി സംസാരിച്ചിരുന്നുള്ളൂ. പ്രായശ്ചിത്തങ്ങളും ആത്മപരിത്യാഗങ്ങളും ധാരാളം അനുഷ്ഠിച്ചിരുന്നു. കൊളോണിയൻ രൂപതയുടെ മെത്രാനായി 9 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം 76 കൊല്ലം മരുഭൂമിയിൽ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സത്പ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. അല്ലയോ തിമോത്തേയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികളായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഈ വചനഭാഗത്തിലൂടെ മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലതും വെട്ടിപ്പിടിക്കുവാൻ നെട്ടോടമോടുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കാതുകളിൽ ദൈവം മന്ത്രിക്കുകയാണ്. മനുഷ്യന് അസാധ്യമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്ന്, എല്ലാം എൻ്റെ കൈവളയിലാണെന്ന്, എല്ലാം എന്നെക്കൊണ്ട് സാധിക്കും എന്ന് വീമ്പടിക്കുന്ന മൂഢനായ മനുഷ്യന് ഇന്നത്തെ ഈ വചനഭാഗം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണിവിടെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ കഴിവുകൾക്ക് ഇനിയൊരു സാധ്യതയും കണ്ടെത്താതെ വരുമ്പോൾ കൂട്ടുപിടിക്കേണ്ട കച്ചിത്തുരുമ്പല്ല ദൈവം, മറിച്ച് അവൻ്റെ ജീവിത സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ അവൻ്റെ ജീവിതാരംഭത്തിൽ തന്നെ കൂട്ടുപിടിക്കേണ്ട
ശക്തി സ്രോതസ്സാണ് ദൈവമെന്ന് ഇന്നത്തെ ഈ വചനഭാഗത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ സർവം സാധ്യമായ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് മുന്നേറാം.